നമുക്ക് ആദ്യം ഒരു കൃഷിയിടം കാണാം. എന്ന് പറയുമ്പോൾ കേരളത്തിലേക്കാണോ യാത്ര എന്ന് ചോദിച്ചാൽ കേരളത്തിലേക്കല്ല, മുംബൈയിലെ ഒരു മലയാളി കർഷകന്റെ കൃഷിയിടത്തിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അലങ്കാര പൈനാപ്പിൾ, അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അതാണ് ഇവിടുത്തെ പ്രധാന കൃഷി. തൃശ്ശൂരുകാരൻ ഗോപിച്ചേട്ടനാണ് ഏക്കർ കണക്കിന് സ്ഥലത്തെ അലങ്കാര പൈനാപ്പിൾ കൃഷി നടത്തി വിജയിച്ചിരിക്കുന്നത്. കാണണ്ടേ? നേരെ അങ്ങോട്ട്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നേരം ഇങ്ങനെ പുലർന്നു വരികയാണ്. മുംബൈയിൽ സമയം 4 മണി. നമ്മളിപ്പോൾ മുംബൈയിൽ നിന്ന് വീരാറിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 10-40 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ എത്തിയാൽ അവിടെ നമ്മളെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കൃഷിയിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഓർണമെൻ്റൽ പൈനാപ്പിൾ കൃഷി ഒരു മലയാളിയുടേതാണ്. നമുക്ക് അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കാണാം. വീരാറിൽ നിന്നും വജ്രേശ്വരിയിലേക്കുള്ള റോഡിലാണ് നമ്മുടെ ഈ യാത്ര. മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിയാണ് നമുക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആ വണ്ടിക്കകത്തുണ്ട് ഈ കൃഷിയിടത്തിൻ്റെ ഉടമ. ഭീവണ്ടിയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറി അൻഗാവ് എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഓർണമെൻ്റൽ പൈനാപ്പിളിൻ്റെ വിളവെടുപ്പിലാണ് ഗോപിച്ചേട്ടനും ഭാര്യയും. ഗോപിച്ചേട്ടാ, ഞാൻ പ്രേക്ഷകരോട് ഗോപിച്ചേട്ടൻ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് മുഴുവൻ പേര്? എൻ്റെ പേര് ഗോവിന്ദൻ സുബ്രഹ്മണ്യൻ മാണുക്കാടൻ. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ നൂലുവള്ളിയിലാണ്. ചെമ്പുചിറ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ചേച്ചിയുടെ പേര്? ഗീത. രാവിലെ തന്നെ വിളവെടുപ്പ് തുടങ്ങി. കിട്ടിയോ? 500 പീസ് വേണം. നമ്മളുടെ കടയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുംബൈയിൽ ദാദറിൽ നമുക്ക് ഷോപ്പുണ്ട്, അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഓർഡറിന്. മുംബൈയിലെ ഒരു പ്രമുഖനായ ഒരു പൂ വ്യാപാരിയാണ് അല്ലേ? അതെ അതെ. പൂക്കൾ മാത്രമല്ല, ഇലകൾ, അങ്ങനെ പല ഇലകളും പൂക്കളും. ഒരു 40 വെറൈറ്റി ഇലകളുണ്ട്, ഒരു 25 വെറൈറ്റി പൂക്കളുണ്ട്. എലിക്കോർണിയയുടെ വെറൈറ്റികളാണ് കൂടുതൽ. പിന്നെ ഓർണമെൻറ്റ് പൈനാപ്പിൾ, ഇലകളാണ് ഏറ്റവും കൂടുതൽ. 40-45 വെറൈറ്റികളൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഓർണമെൻ്റൽ പൈനാപ്പിൾ. ഇങ്ങനെ വിളവെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ പൈനാപ്പിൾ അല്ലെ, ഒരു കുഞ്ഞി പൈനാപ്പിൾ. 50 ഗ്രാം പോലും ഇല്ല എന്നുള്ളതാണ്. കഴിക്കാൻ പറ്റുന്നതാണോ? കഴിക്കാം. പക്ഷെ നമുക്ക് ഇത് വലുതാവും തോറും ഇത് പൊട്ടിപ്പോവും. ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, ഭാരം കൂടി കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ ഫ്ലവർ അറേഞ്ച്മെന്റിന് അത് ബുദ്ധിമുട്ടായിരിക്കും. പ്രധാനമായും ഈ അലങ്കാരത്തിന് വേണ്ടി മാത്രം. ഒരു മാസമൊക്കെ നമ്മൾ ഒരു ബൊക്കയിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് അതേമാതിരി ഇതിന് വിലയുമുണ്ട്, നല്ല വിലയും കിട്ടും. ഇതിൻ്റെ ഒരു ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്? ഇതിപ്പോൾ നമ്മൾ കൃഷിക്കാരുടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 50 രൂപ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്.
നമ്മൾ വിൽക്കുന്നത് 100 രൂപ 80 രൂപയ്ക്ക് നമ്മളൊരു പീസ്. നല്ല ചിലവുണ്ടോ? നല്ല ചിലവ്, നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കൊടുക്കാൻ അത്രയും ഓർഡറാണ് നമുക്കുള്ളത്. ഇത് എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിന്റെ? ഞാൻ കഴിച്ചിട്ടുണ്ട്. മധുരമുണ്ട്? നല്ല മധുരമാണ്. നല്ല മധുരമാണ്. ഈ ഓർണമെന്റൽ പൈനാപ്പിൾ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. ഇതങ്ങനെ വ്യാപകമായിട്ടില്ലേ കൃഷി? ഇത് കേരളത്തിൽ ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണ്, പക്ഷെ കൃഷിയായിട്ട് ആരും ചെയ്യുന്നില്ല, കേരളത്തിലില്ല. ഇത് മറ്റ് പൂക്കളെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേ, താരതമ്യം ചെയ്യുമ്പോഴേ ഇത് വലിയ ലാഭമുണ്ടോ? ഒരു 12 മാസം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് കൃഷിക്കാരന് ഒരടി സ്ഥലത്തിൽ 150 രൂപ ഒരു കൃഷിക്കാരന് കിട്ടും. പിന്നെ നമ്മൾ വളം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇതിന് മണ്ണിര കമ്പോസ്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ഇത് തെങ്ങിൻ്റെ ഇടയിൽ, നമ്മുടെ മരങ്ങളുടെ ഇടയിലൊക്കെ വളരെ നന്നായിട്ടുണ്ടാവും. സ്ഥലം വേസ്റ്റാകാതെ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വരുമാനം. കാര്യമായൊരു പരിപാലനം വേണോ ഇതിന്? ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മഴ കുറവായതിൻ്റെ പേരിൽ ജൂൺ മുതൽ നമ്മളൊരു 3 പ്രാവശ്യം വളം കൊടുക്കും. ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അത് ബാധിക്കും? ക്വാളിറ്റി പ്രശ്നമല്ല, നമുക്ക് ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അത് കാരണം കാനി ഒരു 4 വർഷം വരെ പറിക്കില്ല ഞാൻ. അപ്പോൾ ഒരു 5-6 കാനിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പറിച്ച് മാറ്റി കൊടുക്കുകയുള്ളൂ. ഈ ഓർണമെന്റൽ പൈനാപ്പിൾ മാത്രമല്ല, ഇലകളുടെ കൃഷിയുണ്ട് ഇതുപോലെ ബൊക്കകളിലും മറ്റും ഉപയോഗിക്കാനുള്ള. അതാണ്, പൂക്കളുടെ കൂടെ പൂക്കൾ ഉപയോഗിക്കുന്ന ഇലകൾ വേണം. അപ്പോൾ നമ്മളിത് എല്ലാം ഉണ്ടെങ്കിലാണ് കസ്റ്റമറിന്. ഇത് കാമിനി എന്ന് പറഞ്ഞൊരു ഇലയാണ്. ഇത് വളരെ ചിലവ് കുറവ്. ഒരു കാട്ടിലെ തന്നെ ഒരു മരമാണ്, പക്ഷേ ഇതിനൊരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. വെള്ളം മാത്രം കൊടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 1 കട്ട് ചെയ്ത് 2 കണ്ട് ഇതേമാതിരി ഒരുപാട് ഇലകൾ പൊട്ടി വരും. നമുക്കിതൊരു ഇല 2 രൂപ 3 രൂപയൊക്കെ നമുക്ക് ഒരു ബ്രാഞ്ചിന് കിട്ടും. ഒരുപാട് പ്രൊഡക്ഷൻ ഉള്ളതാണ്. ഇതിപ്പോൾ 15 ദിവസം മുന്നേ കട്ട് ചെയ്തതാണ്. വീഡിയോ കണ്ട് ഇപ്പോൾ ഈ വാർത്ത കണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് നമുക്ക് പറയുന്നത്? പൈനാപ്പിളിൻ്റെ പ്ലാന്റ് കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. മറ്റുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അവർ പറഞ്ഞതനുസരിച്ച് കൊടുക്കാം. അതിന് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കാം. റിട്ടേൺ നമ്മൾ അതിൻ്റെ ആ ഫ്ലവറും ഇലയിലും എല്ലാം നമ്മൾ എടുത്ത് കറക്റ്റായിട്ട് അവർക്ക് പൈസയുടെയാണ് മെയിൻ പ്രശ്നം. അതൊക്കെയാണ് ഓർണമെന്റൽ പൈനാപ്പിളിൻ്റെ വിശേഷം. നമ്മൾ തൽക്കാലം ഈ കൃഷി വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും നമുക്ക് മുംബൈയിൽ നിന്ന് കാണാം. മുംബൈയിൽ നിന്നും വരുൺ പടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ അവിടെ നാട്ടിൽ പൈനാപ്പിൾ കൃഷി നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പൈനാപ്പിൾ പാടങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ മധ്യ കേരളത്തിലൊക്കെ അത്തരം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് ഈ അലങ്കാര പൈനാപ്പിൾ കൃഷി. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ വിപണി മൂല്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് കോച്ചിടത് പറഞ്ഞ് തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.